My dear students, my dear children, we are starting part 4 video of our chapter 9, Democracy, Meaning and Scope. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഡെമോക്രസിയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രസിയിൽ നമ്മളെപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? നമ്മൾ 3 വീഡിയോകൾ ടീച്ചർ ഓൾറെഡി ഇതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പാർട്ട് 1, 2, 3 3 വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളത് വ്യൂ ചെയ്യണം. വ്യൂ ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ പാർട്ട് 4 വീഡിയോ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡെമോക്രസിയുടെ ബേസിക് ഫാക്ടേഴ്സാണ്. ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ഡെമോക്രസി. അതായത് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ഗവൺമെൻറ് നിലനിൽക്കണമെങ്കിൽ ഈ ബേസിക്കായിട്ടുള്ള ഈ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ബേസിക്കായിട്ട് എത്ര ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചത്? 10 ഫാക്ടേഴ്സാണ് ബേസിക്കായിട്ട് വേണ്ടത്. അതിൽ ഏതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു? ഫ്രീഡം, ഇക്വാളിറ്റി, ജസ്റ്റിസ്. 3 ഫാക്ടേഴ്സ് ടീച്ചർ ഓൾറെഡി പാർട്ട് 3 വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ട് പഠിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി, അതായത് ബേസിക് ഫാക്ടേഴ്സിൽ ബാക്കി 4 എണ്ണമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വീണ്ടും നമുക്കൊരു 3 എണ്ണം കൂടി അവിടെ അവശേഷിക്കും. അത് അടുത്ത പാർട്ടിൽ നമ്മൾ ആ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തിയാണ്. നമുക്ക് 1-2 വീഡിയോകളൂടി ക്ലാസ്സുകളൂടി നമുക്ക് വേണ്ടി വരും. ഓക്കെ, നമുക്കിനിയും നമ്മുടെ 2ാം ടേം പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരു ചാപ്റ്റർ 10 കൂടി പഠിക്കേണ്ടതുണ്ട്. അത് ഉടനെ തന്നെ നമ്മുടെ ചില കുട്ടികളൊക്കെ ആശങ്കപ്പെട്ട് നമുക്ക് മെസ്സേജ് അയച്ചു, മിസ് അത് പഠിപ്പിക്കുമോ എന്ന്. യെസ്, നമ്മൾ ചാപ്റ്റർ 10 നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ 3 ഫാക്ടേഴ്സാണ് പഠിക്കുക. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. 4th നമ്മുടെ ബേസിക് ഫാക്ടറാണ് റൈറ്റ്സ്. ഒരു ഡെമോക്രസിയിലെ റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ഈ റൈറ്റ്സ്? എന്താണ് റൈറ്റ്സ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റൈറ്റ്സ് ഇൻ ഡെമോക്രസി? And what are the major rights the citizens in a democratic nations have? അപ്പോൾ ഈ 2 ചോദ്യത്തിൻ്റെ ആൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഫോർ ഗ്രോത്ത് ഓഫ് ഡെമോക്രസി. സബ്സ്റ്റാൻഷിയേറ്റ്, ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഡെമോക്രസി. നമ്മൾ ഇലക്ഷനെ പറ്റി പറയുന്നത് പോലെ തന്നെ നമുക്ക് റൈറ്റ്സിനെ പറ്റിയും പറയാം. Rights are very essential in a democratic nation or in a democracy. Without rights, there is no democracy. It is essential for the existence of democracy, for the growth of democracy. Substantiate, that means explain how these rights are essential for the existence of democracy. Legally recognized claims or desires are considered as rights. നമ്മൾ ഈ ഡിസയർ അല്ലെങ്കിൽ വാണ്ട്സ്, നമുക്ക് എ ലോട്ട് ഓഫ് വാണ്ട്സ് ഉണ്ട് അല്ലേ? നമുക്ക് പല വാണ്ട്സ് ഉണ്ട്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് തോന്നും. അതുപോലെ തന്നെ നമുക്ക് എ ലോട്ട് ഓഫ് ലാക്സ് ഓഫ് ഡിസയേഴ്സ് ഉണ്ട്. നമ്മുടെ ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അത് കിട്ടിയാൽ കൊള്ളാം, ഇത് കൊള്ളാം, ഇത് വേണം, എനിക്കത് വേണം, ഇത് വേണം അല്ലേ? നമുക്ക് പല വാണ്ട്സും ഡിസയേഴ്സും ഉണ്ട്. പക്ഷേ ഈ വാണ്ട്സും ഡിസയേഴ്സും എല്ലാം റൈറ്റ്സ് അല്ല. ഓക്കെ, റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാണ്ട്സും ഡിസയേഴ്സും ഒക്കെ തന്നെയാണ്, പക്ഷേ അത് ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. ലീഗലി എന്താണ് ഈ ലീഗലി റെക്കഗ്നൈസ്ഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? നിയമപരമായിട്ട് അത് അംഗീകരിക്കപ്പെട്ടതായിരിക്കണം. അല്ലാതെ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാ ഡിസയേഴ്സും എല്ലാ വാണ്ട്സും എല്ലാ ക്ലെയിംസും നമുക്കൊരിക്കലും റൈറ്റ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലേ? പല തരം റൈറ്റ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, ഇക്കണോമിക് റൈറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലീഗൽ റൈറ്റ്സ് ഉണ്ട്, സിവിൽ റൈറ്റ്സ് ഉണ്ട്, നാച്ചുറൽ റൈറ്റ്സും ഉണ്ട്. നാച്ചുറലായിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ചില റൈറ്റ്സ് ഉണ്ട്. അതാണ് നാച്ചുറൽ റൈറ്റ്സ്. ഇപ്പോൾ ഏത് റൈറ്റ് ആണെങ്കിലും അത് ലീഗലി റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ ലീഗലി നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ട ക്ലെയിംസിനെ, ഡിസയേഴ്സിനെയാണ് റൈറ്റ്സ് എന്ന് വിളിക്കുക.
അപ്പോൾ ലീഗലി റെക്കഗ്നൈസ്ഡ് ക്ലെയിംസ് ഓർ ഡിസയേഴ്സ് ആർ കൺസിഡേർഡ് റൈറ്റ്സ്. ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. അല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ ആഗ്രഹങ്ങളും എല്ലാ വാൺസും നമ്മുടെ എല്ലാ ക്ലെയിംസും റൈറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് എന്താണ് എനിക്ക് പൊതുസ്ഥലത്ത് പുക വലിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, എനിക്കത് വേണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. പൊതുസ്ഥലത്തെ 4 പേരെ കാണിച്ച് അല്ലെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് പുക വലിക്കാൻ ഒരാൾക്ക് ഡിസയർ ഉണ്ടായെന്ന് വരും, അയാൾ അങ്ങനെ ആഗ്രഹിച്ചെന്ന് വരും. പക്ഷേ അത് അയാളുടെ ഒരു റൈറ്റായിട്ട് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്, അത് ലീഗലി അതിനെ ആരും അംഗീകരിക്കുന്നില്ല. ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്ലെയിംസ് ഓർ ഡിസയേഴ്സിനെ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, റൈറ്റ്സ്. റൈറ്റ്സ് ആർ ദ കണ്ടീഷൻസ് നെസസറി ടു ലീഡ് എ ഡിഗ്നിഫൈഡ് ആൻഡ് മീനിങ് ഫുൾ ലൈഫ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സ് എന്ന നിലയിൽ നമുക്കൊരു ഡിഗ്നിഫൈഡ് ലൈഫ് വേണം, ഒരു മീനിങ് ഫുൾ ലൈഫ് വേണം. എന്താണ് ഈ ഡിഗ്നിഫൈഡ് ലൈഫ്? നമുക്ക് അന്തസ്സുള്ള ഒരു ജീവിതം വേണം, അല്ലേ? മീനിങ് ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥവത്തായ ഒരു ജീവിതം വേണം. ഓക്കെ, അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഡിഗ്നിഫൈഡും മീനിങ് ഫുള്ളും ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെങ്കിൽ ഈ റൈറ്റ്സ് ഉണ്ടായിരിക്കണം. റൈറ്റ്സ് ആർ ദ കണ്ടീഷൻസ് നെസസറി. റൈറ്റ്സ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഡിഗ്നിഫൈഡ് ലൈഫ് സാധിക്കുകയില്ല, മീനിങ് ഫുൾ ലൈഫ് സാധിക്കുകയില്ല. കാരണം എന്താണ്, റൈറ്റ്സ് ഇല്ലാത്ത ഒരു രാജ്യത്ത് എങ്ങനെ ഡിഗ്നിഫൈഡ് ലൈഫ് നമുക്ക് നാച്ചുറലും പൊളിറ്റിക്കലും സിവിലുമായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിലേ ഡിഗ്നിഫൈഡ് ലൈഫ്, മീനിങ് ഫുൾ ലൈഫ് സാധ്യമാകത്തുള്ളൂ. സോ റൈറ്റ്സ് ആർ കണ്ടീഷൻസ് നെസസറി ടു ലീഡ് എ ഡിഗ്നിഫൈഡ് ഓർ എ മീനിങ് ഫുൾ ലൈഫ് ആസ് എ ഹ്യൂമൻ ബീയിങ്. ദ ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റൈറ്റ്സ് ആർ, ടീച്ചർ നിങ്ങളോട് പറഞ്ഞു പലതരം റൈറ്റ്സ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ടൈപ്പ് റൈറ്റ്സ് ആണ് നാച്ചുറൽ റൈറ്റ്സ്. സ്വാഭാവികമായിട്ടും നമുക്ക് ലഭിക്കുന്ന റൈറ്റ്സുകളെയാണ് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദ റൈറ്റ്സ് ടു ഫ്രീഡം, ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് ദ റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ടു ലൈഫ് ആർ ദ നാച്ചുറൽ റൈറ്റ്സ്. എന്തൊക്കെയാണ് മലയാളത്തിൽ ഇത് പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമ്പത്തിനുള്ള അവകാശം, ലൈഫിനുള്ള അവകാശം, ജീവൻ നിലനിർത്താനുള്ള അവകാശം, ഇതൊക്കെയാണ് നാച്ചുറൽ റൈറ്റ്സ്. ഓക്കെ, യുദ്ധം നടക്കുന്ന, വാർ നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് അതിൻ്റെ ആളുകളും അതിൻ്റെ പ്രസ്ഥാനങ്ങളും ഇടപെടും. എന്തുകൊണ്ടാണ്? അവിടെയുള്ള സാധാരണക്കാർക്ക് റൈറ്റ് ടു ലൈഫ് ഉണ്ട്, അവരുടെ ജീവൻ നിലനിർത്താനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റിൻ്റെ വയലേഷനാണ് എന്ത്? വാർ. അതുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ ഈ വാർ നടക്കുന്ന സ്ഥലത്ത് അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. റൈറ്റ് ടു ലൈഫ് അതൊരു നാച്ചുറൽ റൈറ്റ് ആണ്. എ ബിൽ ഓഫ് റൈറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഗിവൺ ഇൻ പാർട്ട് 3. അപ്പോൾ എല്ലാ രാജ്യത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ബിൽ ഓഫ് റൈറ്റ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്? എങ്കിൽ മാത്രമേ അതിന് ലീഗൽ റെക്കഗ്നേഷൻ ഉള്ളൂ. റൈറ്റുകൾക്കൊക്കെ ലീഗൽ റെക്കഗ്നേഷൻ വേണം. ഓക്കെ, അങ്ങനെ ലീഗലി അത് റെക്കഗ്നൈസ്ഡ് ആക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ബിൽ ഓഫ് റൈറ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഫണ്ടമെൻ്റൽ റൈറ്റ് ഗിവൺ ഇൻ പാർട്ട് 3. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3യിൽ കാണുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, നമ്മുടെ എന്ന് ടീച്ചർ ഉദ്ദേശിക്കുന്ന ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്. എല്ലാ രാജ്യത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ബിൽ ഓഫ് റൈറ്റ് ഉണ്ടായിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും ഒരു ബിൽ ഓഫ് റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ഏതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ് ഗിവൺ ഇൻ പാർട്ട് 3 ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റ്, ഏതൊക്കെയാണ് നാച്ചുറൽ റൈറ്റുകളെ, ഈ റൈറ്റ്സ് എങ്ങനെയാണ് ഒരു ഡെമോക്രസിയിൽ എസെൻഷ്യൽ ആകുന്നതെന്നും നമ്മൾ ഈ ഒരു ആൻസറിലൂടെ പഠിച്ചു. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ്. റൈറ്റ്സ് പല ടൈപ്പ് ഉണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്, ഇക്കണോമിക് റൈറ്റ്സ് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. റൈറ്റ്സ് പല ടൈപ്പ് ഉണ്ട്, 4 ടൈപ്പ്. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ റൈറ്റ്, അല്ലേ? എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ട ഒരു റൈറ്റാണ് പൊളിറ്റിക്കൽ റൈറ്റ്, രാഷ്ട്രീയപരമായ റൈറ്റ്. ഓക്കെ, രാഷ്ട്രീയപരമായ റൈറ്റ് ഒരു ഡെമോക്രസിയിൽ ഉണ്ടാകണം. കാരണം എന്താണ്? ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അവിടുത്തെ സിറ്റിസൺസിന് എന്തുണ്ടായിരിക്കണം? പൊളിറ്റിക്കൽ റൈറ്റ് ഉണ്ടായിരിക്കണം. ദെൻ സിവിൽ റൈറ്റ്. ഒരു സിവിൽ സൊസൈറ്റിയിൽ, ഒരു ഡെമോക്രസിയിൽ സിവിൽ റൈറ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റുകയില്ല. അടുത്തത് ഇക്കണോമിക് റൈറ്റ്, സാമ്പത്തികമായിട്ടുള്ള റൈറ്റും അവർക്കുണ്ടായിരിക്കണം, അല്ലേ? ആരും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ചൂഷണം ചെയ്യാനോ പാടില്ല. അതുകൊണ്ട് ഇക്കണോമിക് റൈറ്റ് ഉണ്ടായിരിക്കണം. ദെൻ കൾച്ചറൽ റൈറ്റ്,
ഓരോ രാജ്യത്തിനും അതിൻ്റേതായ കൾച്ചറുണ്ട്, അതിൻ്റേതായ സംസ്കാരമുണ്ട്. ആ ഓരോ വിഭാഗത്തിനും, അതായത് അത് റിലീജിയസ് ഗ്രൂപ്പാണെങ്കിലും ഒരു റേഷ്യൽ ഗ്രൂപ്പാണെങ്കിലും അവരുടെ കൾച്ചറിനെ അവർക്ക് മുന്നോട്ട് നയിക്കാനുള്ള കൾച്ചറൽ റൈറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ് ഏതൊക്കെയാണ്? റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, റൈറ്റ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. പൊളിറ്റിക്കൽ റൈറ്റിൽ പ്രധാനപ്പെട്ടത് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് അല്ലേ. പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്സും ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്താണ്? വോട്ട് ചെയ്യുക. വോട്ട് ചെയ്താലേ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാകത്തുള്ളൂ. നല്ല റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായാൽ മാത്രമേ നല്ല ഗവേണിംഗ് നടക്കത്തുള്ളൂ, നല്ല ഭരണം ഉണ്ടാകത്തുള്ളൂ. സോ പൊളിറ്റിക്കൽ റൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ് ടു വോട്ടാണ്. ദെൻ റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ. ഏതൊരു സിറ്റിസണിനും അവൻ്റെ മതമോ ജാതിയോ അവൻ്റെ എക്കണോമിക് സ്റ്റാറ്റസോ ഒന്നും നോക്കാതെ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള റൈറ്റ് ഉണ്ടാകണം. അതാണല്ലോ, അങ്ങനെ ഒരു ഇക്വാളിറ്റി ഉണ്ടാകണം. റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശം. ദെൻ റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, ഗവൺമെൻറ് ജോലി ചെയ്യാനുള്ള അവകാശം. അതായത് ഓരോ ജോലിക്കും അതിൻ്റേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നവർക്ക് ആർക്കും ആ ജോലിയിൽ ഇരിക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ നീ ഈ ജോലി ചെയ്യാൻ പറ്റില്ല, നീ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നൊരുത്തരോടും പറയാൻ പറ്റത്തില്ല. അയാൾ അതിന് അർഹനാണെങ്കിൽ അയാൾക്കത് അതിനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്. ദെൻ റൈറ്റ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. നമ്മുടെ ഗവൺമെൻറ്റിനെ എല്ലാ തരത്തിലും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അതൊരു പൊളിറ്റിക്കൽ റൈറ്റാണ്, ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യ താല്പര്യത്തിന് എതിരായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ റൈറ്റിൽ വരുന്നത്. ഇനി സിവിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഈക്വാലിറ്റി ബിഫോർ ലോ, ലോയുടെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കണം. അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തൊട്ട് ഏറ്റവും താഴെ ലെവലിലുള്ള ആൾ വരെ ഈക്വൽ ബിഫോർ ലോ, ദാറ്റ് ഈസ് സിവിൽ റൈറ്റ്. ദെൻ റൈറ്റ് ടു എ ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ, നല്ല ഫ്രീയും ഫെയറുമായിട്ടുള്ള ഒരു വിചാരണ നമുക്ക് കിട്ടണം. നമ്മളൊരു കുറ്റം ചെയ്തു, അല്ലെ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നു, അപ്പോൾ ഏതൊരു വ്യക്തിക്കും അയാൾക്ക് കോടതിയിൽ ഒരു ട്രയൽ ഉണ്ടാവണം, അല്ലാതെ അയാളെ ശിക്ഷിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ കിട്ടണം. അതായത് ഒരാൾക്കൊരു അഡ്വക്കേറ്റിനെ വെക്കാനായിട്ട് അവൻ ഇക്കണോമിക്കലി അവന് സാധിക്കുന്നില്ലെങ്കിൽ ഗവൺമെൻറ് അവൻ അഡ്വക്കേറ്റിനെ വെച്ചു കൊടുത്താണ് അവന് വേണ്ടി ട്രയൽ നടത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും ട്രയൽ കിട്ടണം, അതൊരു സിവിൽ റൈറ്റാണ്. ട്രയൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കോടതിയിൽ വിചാരണ നടന്ന് അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനമായിട്ട് വേണം അയാൾക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ. അല്ലാതെ ആരെയും പണിഷ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഏറ്റവും ഭീകരന്മാരായിട്ടുള്ള ആളുകളെ, ടെററിസ്റ്റുകളെ പിടിച്ചാൽ പോലും അവർക്ക് എന്ത് കൊടുക്കും? നമ്മളെ ട്രയൽ കൊടുക്കും. കാരണം എന്താണ്? അത് അവൻ്റെ ഹ്യൂമൻ റൈറ്റാണ്. മനസ്സിലായല്ലോ? റൈറ്റ് ടു ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ. ദെൻ റൈറ്റ് ടു അസംബിൾ ആൻഡ് ഓർഗനൈസ്. അസംബിൾ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും നമുക്ക് റൈറ്റ് ഉണ്ട്, അത് സിവിൽ റൈറ്റാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മുടെ എന്താണ് അഭിപ്രായങ്ങൾ പറയാനുള്ള, എക്സ്പ്രഷൻ ചെയ്യാനുള്ള ഫ്രീഡം, ഇതെല്ലാം സിവിൽ റൈറ്റിൽ വരുന്നതാണ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇക്കണോമിക് റൈറ്റ്? റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാൻ എല്ലാവർക്കും ആവശ്യമുള്ള, ഒത്തിരിയും പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. റൈറ്റ് ടു വർക്ക്. റൈറ്റ് ടു റിസീവ് മിനിമം വേജ്, മിനിമം വേജ് കിട്ടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നമുക്ക് തോന്നുന്നത് എടുത്തൊരു വർക്കർക്ക് കൊടുക്കാൻ പറ്റുകയില്ല. ഒരു മിനിമം വേജ് കിട്ടാനുള്ള അവകാശം അവനുണ്ട്, കാരണം അത് അവൻ്റെ ഇൻകമാണ് അല്ലേ. അപ്പോൾ റിസീവ് മിനിമം വേജ്. മിനിമം വേജ് നമുക്കറിയാം, വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ മിനിമം വേജ് ഒരാൾക്ക് ജീവിക്കാനുള്ളത് അവന് കിട്ടിയിരിക്കണം. ഒരു ഹൈ ലെവലിലാണ്. നമ്മുടെ രാജ്യത്തൊന്നും അത്രയും മിനിമം വേജ് വന്നിട്ടില്ല, എങ്കിലും നമ്മുടെ രാജ്യത്തും ഇങ്ങനെയുള്ള മിനിമം വേജിനെ സംബന്ധിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതവരുടെ റൈറ്റാണ്, റിസീവ് മിനിമം വേജ്. ദെൻ ഈക്വൽ റൈറ്റ്സ് ഓവർ ദ റിസോഴ്സസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റേറ്റ്. ഒരു രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടി, ഒരു രാജ്യത്തിൻ്റെ റിസോഴ്സസ്, എന്തൊക്കെയാണ് നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത്? നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അഗ്രികൾച്ചറൽ റിസോഴ്സസ് ഉണ്ട്, നമ്മുടെ എന്താണ് ഏതൊക്കെ റിസോഴ്സസ് നമുക്കുള്ളത്? നാച്ചുറൽ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ്, അതൊക്കെയാണല്ലോ വളരെ പൈസ കിട്ടുന്നത് അല്ലേ. മിനറൽ, ഒരു രാജ്യത്തിൻ്റെ മിനറൽ റിസോഴ്സസ്, ഒരു രാജ്യത്തിൻ്റെ ഫോറസ്റ്റ് റിസോഴ്സസ്, ഇതിലൊക്കെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്. അതൊന്നും ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊന്നും എടുക്കാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പോൾ രാജ്യത്തിൻ്റെ ടോട്ടൽ പ്രോപ്പർട്ടിയിൽ, അതിൻ്റെ റിസോഴ്സസിൽ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്. ആ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും അതിനകത്ത് റൈറ്റ് ഉണ്ട്. ഇതാണ് ഇക്കണോമിക് റൈറ്റ്. ഇനി നമുക്ക് കൾച്ചറൽ റൈറ്റിലേക്ക് പോകാം. റൈറ്റ് ടു പ്രിസർവ് ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്. ഓരോ സ്റ്റേറ്റിനും ഓരോ
റിലീജിയനും റിലീജിയസ് ഗ്രൂപ്പിന് പോലും അവരുടേതായ ലാംഗ്വേജ് ഉണ്ട്, അവരുടേതായ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇതൊക്കെ പ്രിസർവ് ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് കൊടുക്കുന്നു. അത് കൾച്ചർ അല്ലേ, നമ്മുടെ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇപ്പം അറബി അല്ലേ, ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് അറബി ഉണ്ട്, ക്രിസ്ത്യൻ ആളുകൾക്ക് സുറിയാനി അല്ലേ, സിറിയൻ, അതുപോലെ ഹിന്ദുസിന് അവരുടെ സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ട്, അതായത് സാൻസ്ക്രിറ്റ് എല്ലാവരുടെയും കൂടിയാണ്, ഇന്ത്യയുടെ പൊതുവാണ്. എന്ത് പറഞ്ഞാലും സാൻസ്ക്രിറ്റ്, അവരുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എഴുതിയിരിക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്. അപ്പോൾ ഓരോ ലാംഗ്വേജും, അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, അങ്ങനെ നമ്മുടേതായ ലാംഗ്വേജ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇതിനെ പ്രിസർവ് ചെയ്യാനുള്ള റൈറ്റാണ് കൾച്ചറൽ റൈറ്റിൽ ഒന്നാമത്തത്. റൈറ്റ് ടു എഡ്യൂക്കേറ്റ് ഇൻ ദ മദർ ടങ്, നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ നമുക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്. അതും നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. മാതൃഭാഷ അല്ലേ, മദർ ടങ്. അമ്മ പറയുന്ന ഭാഷയ്ക്കാണ് മദർ ടങ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ മലയാളിയാണെങ്കിൽ അവൻ്റെ മദർ ടങ് ഇംഗ്ലീഷ് അല്ല, അവൻ്റെ മദർ ടങ് മലയാളം തന്നെയാണ്. കാരണം എന്താ, അവൻ്റെ അമ്മയുടെ ഭാഷ മലയാളമാണ്. അപ്പോൾ നമ്മുടെ മദർ ടങ് നമുക്ക് അതിൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പോൾ ഒരു റൂളുള്ളത്, ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് ചെറിയ ക്ലാസ് തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ മദർ ടങ്ങിൽ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നാണ് ഏകദേശം നമ്മുടെ രാജ്യത്തിൻ്റെ റൂള്. അതായത് അത് നമ്മുടെ ഒരു അവകാശമാണ്, ഇതൊരു കൾച്ചറൽ റൈറ്റാണ് മദർ ടങ്ങിൽ പഠിക്കാനുള്ള അവകാശം. റൈറ്റ് ടു ഇൻഡിജിനസ് പീപ്പിൾ ടു പ്രിസർവ് ദെയർ കൾച്ചറൽ ഹെറിറ്റേജ്, ഓരോ സ്ഥലത്തെയും ഇൻഡിജിനസ് ആയിട്ടുള്ള പീപ്പിളിനെ, ആ സ്ഥലത്തിൻ്റെ അവിടെ ജനിച്ചു വളർന്ന ആളുകളെയാണ് ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുക. ഒരു സ്ഥലത്തെ അവർക്ക് അവരുടേതായ കൾച്ചറൽ ഹെറിറ്റേജ്, എന്താണ്, പാരമ്പര്യം അല്ലേ, കൾച്ചറലായിട്ടുള്ള അവർക്കൊരു പാരമ്പര്യമുണ്ട്. അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ, അവരുടെ ഫുഡ് പാറ്റേൺ, അവരുടെ സെലിബ്രേഷൻസ് ആൻഡ് ഓൾ അതർ തിങ്സ്, അത് പ്രിസർവ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അവരുടെ ബിൽഡിങ്സ്, അവരുടെ ഹെറിറ്റേജ് ബിൽഡിങ്സ്, ഇതൊക്കെ പ്രിസർവ് ചെയ്യാനുള്ള അവകാശം ഓരോരുത്തർക്കും ഉണ്ട്. ഇതെല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരും, കൾച്ചറൽ റൈറ്റിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ 4 റൈറ്റാണ് നമുക്കുള്ളത്: പൊളിറ്റിക്കൽ റൈറ്റ്, സിവിൽ റൈറ്റ്, ഇക്കണോമിക് റൈറ്റ് ആൻഡ് കൾച്ചറൽ റൈറ്റ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ബേസിക് ഫാക്ടറിലേക്ക് പോകാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ റൂൾ ഓഫ് ലോ. നമ്മൾ ഇനി പഠിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ബേസിക് ഫാക്ടർ, റൂൾ ഓഫ് ലോ. ഒരു ഡെമോക്രസിയിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് റൂൾ ഓഫ് ലോ. അവിടെ നിയമമായിരിക്കണം ഏറ്റവും ടോപ്പ്, നിയമത്തിൻ്റെ കീഴിലായിരിക്കണം അവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും. റൂൾ ഓഫ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഡെമോക്രസിയിൽ ഓരോ പോസ്റ്റ് നമ്മൾ ആളുകൾക്ക് 5 ഇയേഴ്സിലേക്ക് എന്ന് വരികിലും എല്ലാവരും ഈക്വലാണ്. അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തൊട്ട് താഴേക്ക് വരുന്ന എല്ലാവരും ഈക്വലാണ്. അപ്പോൾ റൂൾ ഓഫ് ലോയാണ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഫാക്ടർ. അതെന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് റൂൾ ഓഫ് ലോ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ്. എന്താണ് ഒരു ഡെമോക്രസിയിൽ റൂൾ ഓഫ് ലോയുടെ ഇമ്പോർട്ടൻസ്? The rule of law is one of the basic values of democracy. It is a basic value. നമ്മുടെ ഡെമോക്രസിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള വാല്യൂ ആണ് റൂൾ ഓഫ് ലോ. ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് ഒരു തെറ്റ് ചെയ്താൽ അദ്ദേഹവും നിയമപരമായിട്ട് ട്രയൽ നേരിടും. കാരണം എന്താണ്, നമ്മുടെ രാജ്യത്തെ ഒരു ഡെമോക്രസിയിൽ നിലനിൽക്കുന്ന ഒന്നാണ് റൂൾ ഓഫ് ലോ. The essence of the rule of law is that everyone is equal before the law. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. And everyone will receive equal legal protection. എല്ലാവർക്കും ഈക്വൽ ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും അല്ലേ. നിയമപരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഈക്വലി പ്രൊട്ടക്ഷനും കിട്ടും. നമ്മളെല്ലാവരും ഈക്വലായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യണം. അത് നമ്മുടെ പദവിയോ നമ്മുടെ പോസ്റ്റോ നമ്മുടെ ജാതിയോ നമ്മുടെ മതമോ ഒന്നും അതിന് തടസ്സമല്ല. അപ്പോൾ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എവരിബഡി ഇൻ എ കൺട്രി ഈസ് ഈക്വൽ ബിഫോർ ദ ലോ ആൻഡ് എവരി വൺ വിൽ റിസീവ് ഈക്വൽ ലീഗൽ പ്രൊട്ടക്ഷൻ. അതുകൊണ്ടാണ് ടീച്ചർ മുൻ ഉദാഹരണത്തിൽ പറഞ്ഞു, ഒരു കൊടും ക്രിമിനലിന് പോലും ലീഗലി അവന് കിട്ടേണ്ട ട്രയല്, അവന് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ അവന് കൊടുത്തിരിക്കും. അവൻ കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അവന് പണിഷ്മെൻറ്റ് കൊടുക്കും, അതൊക്കെ. പക്ഷേ അവന് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. വിചാരണ കൂടാതെ ആർക്കും പണിഷ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് ഒരു ഡെമോക്രസിയിൽ കൊടുക്കുകയില്ല. കാരണം എന്താണ്? എവരി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ ആൻഡ് എവരിബഡി വിൽ റിസീവ് ഈക്വൽ ലീഗൽ പ്രൊട്ടക്ഷൻ. ദാറ്റ് ഇസ് എ തിങ്. ദ ജനറൽ ലോ ഓഫ് ദ കൺട്രി വിൽ അപ്ലൈ ഈക്വലി ടു എവരി വൺ. നമ്മുടെ രാജ്യത്തിൻ്റെ ജനറൽ ലോ എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യും. ഏറ്റവും ടോപ്പിലുള്ളവരെന്നും പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയില്ല. എവരിബഡി
എവരിബഡി ഈസ് ഈക്വൽ ബിഫോർ ലോ. സോ ജനറൽ ലോ ഓഫ് ദ കൺട്രി, ഏതാണ് ജനറൽ ലോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള എല്ലാ ലോസും ജനറൽ ലോസ് ആണ്. പിന്നെ നമ്മുടെ പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ പാസ്സാക്കുന്ന മറ്റ് ലോസും ഇതെല്ലാം വിൽ അപ്ലൈ ഈക്വലി ടു എവരി വൺ. ദർ വിൽ ബി നോ സ്പെഷ്യൽ ലോസ് ഫോർ എനി ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനും സ്പെഷ്യൽ ലോസ് നമ്മുടെ രാജ്യത്തില്ല. സ്പെഷ്യൽ ലോസ് നമ്മുടെ രാജ്യത്ത് പാടില്ല. നമ്മുടെ ഇന്ത്യയിൽ ചില സ്പെഷ്യൽ ലോസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകും. അതൊക്കെ ഇനി ഭാവിയിൽ നമ്മൾ മാറ്റും, അല്ലെങ്കിൽ മാറ്റപ്പെടണം. കാരണം എന്താണ്? ഒരു ഗ്രൂപ്പിനും സ്പെഷ്യൽ ലോസ് പാടില്ല. അതാണ് ഈക്വൽ ബിഫോർ ലോ എന്നുള്ളതിൻ്റെ അർത്ഥം. ഇപ്പം ഹിന്ദുക്കൾക്കായിട്ടൊരു ലോ, മുസ്ലിംസിനായിട്ടൊരു ലോ, ക്രിസ്ത്യൻസിന് വേറൊരു ലോ, സിഖുകാർക്ക് മറ്റൊരു ലോ, അല്ലെ മലയാളികൾക്കൊരു ലോ, തമിഴന്മാർക്ക് വേറൊരു ലോ. നോ നോ, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദർ വിൽ ബി നോ സ്പെഷ്യൽ ലോസ് ഫോർ എനി ഗ്രൂപ്പ്. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള എല്ലാ ലോസും ഈക്വലി അപ്ലൈ ചെയ്യുക. അതാണ് ഒരു റൂൾ ഓഫ് ലോയുടെ അർത്ഥം. മനസ്സിലായല്ലോ? ദെൻ വാട്ട് ഡു യു മീൻ ബൈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്? നെക്സ്റ്റ് നമ്മുടെ ബേസിക് ഫാക്ടറിലേക്ക് നമ്മൾ കയറുകയാണ്. ഇന്നിപ്പോൾ എത്രയെണ്ണം നമുക്ക് പഠിച്ചു? നമ്മളിപ്പോൾ 2 പഠിച്ചു. ഇത് മൂന്നാമത്തേതാണ്, ഇന്നത്തെ മൂന്നാമത്തേതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. വാട്ട് ഡു യു മീൻ ബൈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം? ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വേണം. ഓരോരുത്തരുടെയും പവർ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്ത് അവർ ചെയ്യേണ്ട പവർ നമ്മൾ അവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. നീ ഈ ഗ്രൂപ്പ് ഇന്ന പവേഴ്സാണ് നിങ്ങൾക്കുള്ളത്, ഈ ഗ്രൂപ്പിന് ഇന്ന പവേഴ്സാണുള്ളത്, ഇന്ന ഗ്രൂപ്പിന് ഇന്ന പവേഴ്സാണുള്ളത്. അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് അത് വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കണം. അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ അച്ഛന് ചെയ്യേണ്ട ചില അച്ഛൻ്റെ പവേഴ്സ്, അമ്മയുടെ പവേഴ്സ്, മക്കൾക്കുള്ള പവേഴ്സ്. പക്ഷേ ഇവർ 3 കൂട്ടരൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കുടുംബമാകുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഡെമോക്രസിയിൽ 3 സെക്ടറുണ്ട്, 3 ബ്രാഞ്ച് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 ബ്രാഞ്ചുകളെ? 3 branches ഓഫ് അവർ ഗവൺമെൻറ്. ഫസ്റ്റ് വൺ ലെജിസ്ലേച്ചർ, സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ് ആൻഡ് തേർഡ് വൺ ജുഡീഷ്യറി. അപ്പോൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഇവരുടെ ഓരോരുത്തരുടെയും പവേഴ്സ് സെപ്പറേറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ പവേഴ്സ് ഉണ്ട്. ആ പവർ അവർ മറികടക്കാൻ പാടില്ല. അച്ഛൻ്റെ പവറിലേക്ക് അമ്മ കയറാനോ അമ്മയുടെ പവറിലേക്ക് മക്കൾ കയറാനോ പാടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും. ലെജിസ്ലേച്ചർ അതായത് പാർലമെൻറ്റ്, അതെ, പാർലമെൻറ്റും MLA-മാരും MP-മാരും ഒക്കെ ചേർന്നിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് ലെജിസ്ലേച്ചർ. അവർക്ക് കുറേ പവേഴ്സ് ഉണ്ട്. അതിലേക്ക് ആര് കയറാൻ പാടില്ല? എക്സിക്യൂട്ടീവിലുള്ളവർ കയറാൻ പാടില്ല, ജുഡീഷ്യറിയിലുള്ളവർ കയറാൻ പാടില്ല. ജുഡീഷ്യറി നമുക്കറിയാം നമ്മുടെ കോർട്ടാണ്. ഈ സുപ്രീം കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള നമ്മുടെ കോർട്ടുകൾ. ഈ കോർട്ടിൻ്റെ പവേഴ്സിലേക്ക് ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ കയറാൻ പറ്റുമോ? നോ, ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ദേ ഹാവ് സോ മെനി പവേഴ്സ്. അവരുടെ മാത്രം കുറച്ച് പവേഴ്സ് എക്സിക്യൂട്ടീവിനുണ്ട്, അവരുടെ മാത്രം പവേഴ്സ് ജുഡീഷ്യറിക്കുണ്ട്. ലെജിസ്ലേച്ചറിനുള്ള പവേഴ്സിലേക്ക് ഇവർക്ക് ആർക്കും കയറാൻ പറ്റില്ല. സോ ഒരു ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. Separation of powers means the separation of powers among the branches of government, namely legislature, executive and judiciary. ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും സെപ്പറേറ്റ് പവേഴ്സ് നിർവചിച്ച് കൊടുത്തിരിക്കുന്നതിനാണ് പറയുക സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ ഇവിടെ അടികൂടേണ്ട കാര്യമുണ്ടോ? നോ, അവർ തമ്മിൽ അടികൂടേണ്ട കാര്യമില്ല. അവർക്ക് ഓരോരുത്തർക്കും ഏതൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരതങ്ങ് അനുസരിച്ചാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? ജുഡീഷ്യറിയുടെ കാര്യത്തിൽ നമ്മുടെ ലെജിസ്ലേച്ചറിന് ഇടപെടാമെങ്കിൽ ഏതെങ്കിലും ഒരു ജഡ്ജിന് സ്വതന്ത്രമായിട്ടൊരു ജഡ്ജ്മെൻറ്റ് പറയാൻ പറ്റുമോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളെയാണ് അവർ ജഡ്ജ്മെൻറ്റ് പറയുന്നെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്കാരെ എന്ത് ചെയ്യും? അവർ ലെജിസ്ലേച്ചറിലെ ആളുകളെ സ്വാധീനിച്ച് ജഡ്ജിയെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ജഡ്ജി അവർക്ക് അനുകൂലമായിട്ട് വിധി പറയേണ്ടി വരും. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നോ, ദേ ആർ ഫ്രീ. Why? Because there is separation of powers. These 3 branches, while remaining independent, also check the activities of the other branches. They are independent. These 3 branches, judiciary, executive and legislature, they are independent. But while remaining independent, also check the activities of the other branches. പക്ഷേ അവർക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അവരുടെ ആക്ടിവിറ്റി ചെക്ക് ചെയ്യാം. പക്ഷേ അവരുടെ പവറിലേക്ക് കടന്നു കയറാൻ പാടില്ല. They can check. ഇപ്പോൾ ലെജിസ്ലേച്ചറിലെ ജുഡീഷ്യറിയുടെ കാര്യങ്ങളെ ചെക്ക് ചെയ്യാം. അവരെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ അവരെ ഇംപീച്ച് ചെയ്യാം ജഡ്ജസിനെ. അതുപോലെ തന്നെ ജുഡീഷ്യറിക്ക് ലെജിസ്ലേച്ചർ ഒരു
മോശം നിയമം പാസ്സാക്കിയെങ്കിൽ അവരാണല്ലോ നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ, ലെജിസ്ലേച്ചർ ആണല്ലോ. അവർ മോശം രാജ്യത്തിന് പറ്റാത്ത കോൺസ്റ്റിറ്റ്യൂഷനെതിരായ ഒരു നിയമം പാസ്സാക്കിയാൽ ജുഡീഷ്യറിക്ക് അതിലിടപെടാം. അവർക്ക് ചെക്ക് ചെയ്യാം, പക്ഷേ അതിലേക്ക് കടന്നു കയറാൻ പാടില്ല. അവരുടെ ആ പവറിനെ ഇവരെന്ത് ചെയ്യണം? അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, മാനിക്കണം. പക്ഷേ ദേ ക്യാൻ ചെക്ക് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ അതർ ബ്രാഞ്ചസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അച്ഛൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് അമ്മയ്ക്ക് നോക്കാം, അമ്മ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് മക്കൾക്ക് നോക്കാം. പക്ഷേ അവരുടെ പവറിലേക്ക് കയറാൻ പറ്റുമോ? നോ. ഓക്കെ, അപ്പോൾ അതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ. നമ്മളിനി നെക്സ്റ്റ് നമ്മുടെ ഇന്ന് നമ്മൾ പഠിക്കുന്നതിൻ്റെ ലാസ്റ്റ് അല്ലേ, ഇനിയും അടുത്ത സെക്യുലറിസം തൊട്ടുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പഠിപ്പിക്കുക. ഇന്നത്തെ നമ്മുടെ ബേസിക് ഫാക്ടേഴ്സിൽ ലാസ്റ്റാണിത്, ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിതറിയാം. ഒരു ഡെമോക്രസിയിൽ ഇലക്ഷൻ ഇല്ലാതെ അതൊരു ഡെമോക്രസി ആകുമോ? ഇലക്ഷൻ ഇല്ലാതെ എങ്ങനെ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും? വോട്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഒരു ഡെമോക്രസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? സോ ഇലക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബേസിക് ഫാക്ടർ ഓഫ് ഡെമോക്രസി. മോഡേൺ ഡെമോക്രാറ്റിക് കൺട്രീസ് ഫോളോ ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റം. നമുക്കറിയാം ഡയറക്റ്റ് ഡെമോക്രസി ആകെ 2 സ്ഥലത്തേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഏതൻസ് ആൻഡ് സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലും കംപ്ലീറ്റ് ഡയറക്റ്റ് ഡെമോക്രസി അല്ല, ഡയറക്റ്റ് ഡെമോക്രസിയുടെ ചില ഫാക്ടേഴ്സ് അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഓൾമോസ്റ്റ് ഓൾ നേഷൻസ് ഇൻ modern democratic countries follow indirect democratic system. That means representative democratic system. In indirect democracy, the rule of the people means that the representatives of the people rule for the people. That is rule of the people. That means the people elect their representatives and these representatives govern the country. That is the meaning of indirect democracy. Election is the system adopted to elect the representatives of the people. പീപ്പിളിനെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യണമെങ്കിൽ അതിന് ഇലക്ഷൻ ഉണ്ടാകണം. സോ ഇലക്ഷൻ ഈസ് ഇൻഎവിറ്റബിൾ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. വിതൗട്ട് ഇലക്ഷൻ ഹൗ ക്യാൻ ദിസ് പീപ്പിൾ സെലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ ഇലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്? വിതൗട്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഹൗ ക്യാൻ ദിസ് കൺട്രി ഗവേൺ? എങ്ങനെ അത് ഭരിക്കാൻ പറ്റും? റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ലാതെ എങ്ങനെ ഭരിക്കും? റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യണമെങ്കിൽ ഇലക്ഷൻ വേണ്ടേ? സോ ഇലക്ഷൻ ഈസ് ഇൻഎവിറ്റബിൾ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇലക്ഷൻ ഷുഡ് ബി ഫ്രീ, ഫെയർ ആൻഡ് ഹെൽഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഒരു ഡെമോക്രസിയിൽ ഇലക്ഷൻ ഫ്രീ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, റെഗുലർ ഇൻ്റർവെൽസിൽ വേണം. നമ്മുടെ രാജ്യത്ത് എത്രയാണ് ഈ റെഗുലർ ഇൻ്റർവെൽ? 5 ഇയേഴ്സ്. ഓരോ 5 ഇയേഴ്സും കഴിയുമ്പോൾ ഇലക്ഷൻ വേണം. ഇപ്പം നമുക്ക് ഇലക്ഷൻ വന്നിരിക്കുക അല്ലേ? അപ്പോൾ നമ്മുടെ ഇലക്ഷൻ എങ്ങനെയായിരിക്കണം? അത് ഫ്രീ ആയിരിക്കണം. കാരണം ആളുകൾക്ക് ഫ്രീ ആയിട്ട് വോട്ട് ചെയ്യണം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും മത്സരിക്കാൻ പറ്റണം, ആരും ആരെയും തടസ്സപ്പെടുത്താൻ പാടില്ല. ഇതാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് റെഗുലർ ഇൻ്റർവെൽസ് നടക്കണം. ഇലക്ഷൻ നീട്ടിവെക്കാൻ പാടില്ല. കറക്റ്റ് 5 വർഷം കഴിയുമ്പോൾ നെക്സ്റ്റ് ഇലക്ഷൻ വരണം. സോ ഇലക്ഷൻ ഈസ് ഇൻഎവിറ്റബിൾ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. വൈ? ബിക്കോസ് ഇൻ മോഡേൺ ഡെമോക്രാറ്റിക് സിസ്റ്റം the indirect democratic system is prevailing, and in indirect democracy representatives rule the country, and for selecting the representatives the election is inevitable. Election is inevitable. Without election there is no democracy. Okay, so election should be free, fair, and it should be held at regular intervals. Okay, thank you children, thank you so much. അടുത്ത 3 സെക്യുലറിസം, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഓപ്പോസിഷൻ, ഈ 3 ബേസിക് ഫാക്ടേഴ്സ് കൂടി നമുക്ക് തീരാനുണ്ട്. ടോട്ടലി 10 ബേസിക് ഫാക്ടേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ചിൽഡ്രൻ, അടുത്ത വീഡിയോയുമായിട്ട് ടീച്ചർ ഉടനെ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.